സുഹൃത്തുക്കളെ, പാകിസ്ഥാനെയും ചൈനയും ഒരേ സമയം നേരിടാനായിട്ട്, അതായത് ഒരു ടു ഫ്രണ്ട് വാർ സിനാരിയോയിൽ നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടത് 42 സ്ക്വാഡ്രനുകളാണ്. പക്ഷെ ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കൈവശമുള്ളത് വെറും 29 സ്ക്വാഡ്രനുകളാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. 2025 സെപ്റ്റംബറിൽ നമ്മുടെ അവസാനത്തെ MiG-21 ബൈസൺ വിമാനങ്ങളും വിരമിച്ചതോടെ ആ വിടവ് നികത്താനായിട്ട് നമ്മൾ കാത്തിരുന്നത് തേജസ് മാർക്ക് 1A വിമാനങ്ങളെ ആയിരുന്നു. എന്നാൽ സംഭവിച്ചതോ? കഴിഞ്ഞയാഴ്ച ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പുറത്തിറങ്ങിയ ഒരു പത്രക്കുറിപ്പിൽ പറയുന്നു 5 വിമാനങ്ങൾ കൈമാറാൻ തയ്യാറാണെന്ന്. പക്ഷെ വ്യോമസേന അത് ഏറ്റെടുക്കാൻ തയ്യാറല്ല. എന്തുകൊണ്ട്? പേപ്പറിൽ പറക്കുന്ന വിമാനങ്ങളല്ല, യുദ്ധമുഖത്ത് പറക്കുന്ന വിമാനങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടതെന്നാണ് വ്യോമസേനയുടെ ശക്തമായ നിലപാട്. 2025-26 സാമ്പത്തിക വർഷം ഈ വരുന്ന മാർച്ച് 31 അവസാനിക്കുകയാണ്. അപ്പോൾ 2025-26 സാമ്പത്തിക വർഷത്തെ ലക്ഷ്യം കൈവരിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാർച്ച് 31 മുമ്പായിട്ട് 5 വിമാനങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കിയെന്ന് വരുത്തി തീർക്കാനാണ് HAL ശ്രമിക്കുന്നത്. HALന്റെ പതിവ് വർഷാവസാന കണക്ക് തികയ്ക്കൽ നാടകം. മാർച്ച് മാസത്തെ തിരക്കിട്ട് നിർമ്മിച്ച വിമാനങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നും എല്ലാ സിസ്റ്റങ്ങളും പൂർണ്ണമായിട്ട് സജ്ജമായതിനു ശേഷം 2026 ജൂണിൽ പരിശോധന നടത്തിയാൽ മതിയെന്നുമാണ് വ്യോമസേനയുടെ നിലപാട്. കഴിഞ്ഞ 40 വർഷമായിട്ട് തുടരുന്ന ഈ മെല്ലെപ്പോക്കിന് ആരാണ് ഉത്തരവാദി? വിദേശത്ത് നിന്ന് എഞ്ചിൻ കിട്ടാത്തതോ? അതോ HAL എന്ന പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഉള്ളിലെ അഴിച്ചുപണികൾ നടക്കാത്ത സംവിധാനങ്ങളോ? വർഷാവസാനമുള്ള ടാർഗറ്റ് തയ്ക്കാനുള്ള തത്രപ്പാടുകൾ, ഗുണനിലവാരത്തിലെ വിട്ടുവീഴ്ചകൾ, കരാർ തൊഴിലാളികളെ വെച്ചുള്ള പരീക്ഷണങ്ങൾ, ലീഡർഷിപ്പ് പ്രശ്നങ്ങൾ, തേജസ് പ്രൊജക്റ്റിനെ പിന്നോട്ട് വലിക്കുന്ന യഥാർത്ഥ കാരണങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് അപ്ഡേറ്റ്സിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താനും ഒന്നും മടി കാണിക്കരുത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇന്ത്യയുടെ ഏക വിമാന നിർമ്മാണ കമ്പനി, ഒരു കുത്തക സ്ഥാപനം അതോ ഒരു മൊണോപ്പൊളി സ്ഥാപനം എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന HALന്റെ ഏറ്റവും വലിയ പ്രശ്നം മത്സരമില്ലായ്മ അല്ലെങ്കിൽ ലാക്ക് ഓഫ് കോമ്പറ്റീഷനാണ്. ടാറ്റയോ മഹീന്ദ്രയോ പോലുള്ള സ്വകാര്യ കമ്പനികൾക്ക് ഒരു ഡെലിവറി തീയതി പാലിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആ കരാർ നഷ്ടപ്പെടും. എന്നാൽ HALന് ആ ഭയമില്ല. സർക്കാർ ഞങ്ങളെ കൈവിടില്ല എന്നുള്ള ഉറപ്പ് പലപ്പോഴും ഒരു അലംഭാവമായിട്ട് മാറുന്നു. ഇതൊരു പുതിയ സംഭവമല്ല. മുൻപ് MiG-21 വിമാനങ്ങളുടെ അപ്ഗ്രഡേഷനിലും പിന്നീട് മിറാഷ് 2000 വിമാനങ്ങളുടെ നവീകരണത്തിലും എല്ലാം HAL വരുത്തിയ കാലതാമസം കുപ്രസിദ്ധമാണ്. മിറാഷ് വിമാനങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാനെടുത്ത സമയം കൊണ്ട് പുതിയ വിമാനങ്ങൾ നിർമ്മിക്കാമായിരുന്നു എന്ന് CAG റിപ്പോർട്ടുകൾ വരെയും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചരിത്രം തന്നെയാണ് ഇപ്പോൾ തേജസിലും ആവർത്തിക്കുന്നത്. 2021 83 തേജസ് മാർക്ക് 1A വിമാനങ്ങൾക്കായിട്ട് 48,000 കോടി രൂപയുടെ കരാർ ഒപ്പിടുമ്പോൾ 2024 മാർച്ചിൽ ആദ്യ വിമാനം കൈമാറുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ ഇന്ന് നമ്മൾ 2026 ഫെബ്രുവരിയിൽ എത്തി നിൽക്കുമ്പോഴും പൂർണ്ണ സജ്ജമായ, അതായത് കോമ്പാറ്റ് റെഡി ആയിട്ടുള്ള ഒരൊറ്റ വിമാനം പോലും സ്ക്വാഡ്രനിൽ എത്തിയിട്ടില്ല. എന്തുകൊണ്ട്? എഞ്ചിൻ വൈകുന്നു എന്നുള്ളത് ഒരു കാരണമാണ്. എന്നാൽ എഞ്ചിൻ ഇല്ലാത്തപ്പോഴും വിമാനത്തിൻ്റെ മറ്റ് സംവിധാനങ്ങൾ, അതിൻ്റെ ഏവിയോണിക്സോ റഡാർ സിസ്റ്റംസോ ഇലക്ട്രോണിക് വാർഫെയർ സ്വീറ്റുകളോ ഇതൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പരീക്ഷണങ്ങൾ പൂർത്തിയാക്കാമായിരുന്നല്ലോ. അതും സമയത്തിന് നടന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. സുഹൃത്തുക്കളെ, അനുഭവമുള്ളതുകൊണ്ട് പറയുകയാണ്, ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കാണുന്ന വിചിത്രമായ ഒരു പ്രതിഭാസമാണ് മാർച്ച് മാഡ്നസ്. സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാർച്ച് 31 മുമ്പായിട്ട് ടാർഗറ്റുകൾ തേക്കാനുള്ള ഒരുതരം പരക്കം പാച്ചിൽ. HALന്റെ മുൻകാല ചരിത്രം പരിശോധിച്ച ഒരു കാര്യം വ്യക്തമാവും. വർഷം മുഴുവൻ ഉൽപ്പാദനം മന്ദഗതിയിലായിരിക്കും. എന്നാൽ ജനുവരി മുതൽ ഫാക്ടറിയിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി നടക്കും. ഇതിൻ്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ: മാർച്ച് 31 മുമ്പ് വിമാനം നിർമ്മിച്ചു എന്ന് രേഖകളിൽ കാണിക്കുക. 2024 മാർച്ചിൽ HAL പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഞങ്ങൾ വിമാനങ്ങൾ തയ്യാറാക്കിയെന്ന്. പക്ഷെ വ്യോമസേന പരിശോധിച്ചപ്പോൾ കണ്ടത് എഞ്ചിനോ സോഫ്റ്റ്വെയറോ പോലും പൂർണ്ണമായിട്ടില്ലാത്ത വെറും സ്ട്രക്ചറുകൾ, എയർ ഫ്രെയിംസ് മാത്രമാണ്. ഇതിനെയാണ് കണ്ടീഷണൽ ക്ലിയറൻസ് എന്ന് വിളിക്കുന്നത്. വിമാനം ഇപ്പോൾ എടുത്തു, ബാക്കി പാർട്സൊക്കെ പിന്നെ തരാമെന്നുള്ള ഒരു നിലപാട്. ഒരു കാറ് വാങ്ങുമ്പോൾ എഞ്ചിൻ ഇല്ലാതെ ബോഡി മാത്രം ആരെങ്കിലും ഏറ്റെടുക്കുമോ? ഇല്ലല്ലോ. എന്നാൽ വ്യോമസേനയോട് HAL ആവശ്യപ്പെടുന്നത് കൃത്യമായിട്ടും അതാണ്. അവസാന നിമിഷം ധൃതി പിടിച്ച് ചെയ്യുന്ന ജോലികളിൽ സ്വാഭാവികമായിട്ടും പിഴവുകളും സംഭവിക്കും. 2025 റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചില സാങ്കേതിക തകരാറുകൾ
ലാൻഡിംഗ് ഗിയറിലെ പ്രശ്നങ്ങൾ, ഫ്യൂൽ പമ്പ് തകരാറുകൾ, അങ്ങനെയുള്ള ടെക്നിക്കൽ സ്നാക്സ് എല്ലാം ഈ തിരക്കിട്ട് പണിഞ്ഞതിൻ്റെ ഫലമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. വിമാനത്തിൻ്റെ ക്വാളിറ്റി ചെക്കുകൾ വേഗത്തിലാക്കുമ്പോൾ പല ചെറിയ പിഴവുകളും കണ്ണിപ്പെടാതെ പോകും. പ്രൊഡക്ഷൻ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പല പിഴവുകളും വേണമെങ്കിൽ കണ്ണടയ്ക്കുകയും ചെയ്യും. പുതിയ വിമാനങ്ങളുടെ നിർമ്മാണത്തിൽ മാത്രമല്ല, നിലവിലുള്ള വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികളിൽ, അതായത് ഓവറോളിങ്ങിലും HAL കാണിക്കുന്ന അശ്രദ്ധ ഭയാനകമാണ്. പലപ്പോഴും സമയലാഭത്തിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഷോർട്ട് കട്ടുകൾ അവസാനിക്കുന്നത് നമ്മുടെ ധീരരായ പൈലറ്റുമാരുടെ മരണത്തിലാണ്. കാലാകാലങ്ങളായിട്ട് ഇന്ത്യൻ വ്യോമസേന പലതവണ പരാതിപ്പെട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. HALൽ നിന്ന് ഓവറോളിംഗ് കഴിഞ്ഞ് വരുന്ന വിമാനങ്ങൾക്ക് പോയപ്പോഴുള്ളതിനേക്കാൾ തകരാറുകൾ കൂടുതലാണെന്ന്. 2019 ഫെബ്രുവരിയിൽ ഈ മാർച്ച് മാഡ്നസ് കാരണം ബാംഗ്ലൂരിൽ നടന്ന ഒരു മിറാഷ് 2000 വിമാനത്തിൻ്റെ അപകടം ഓർക്കുന്നുണ്ടോ? 2 യുവ പൈലറ്റുമാരായ സമീർ അബ്രോളും സിദ്ധാർത്ഥ് നേഗിയും അന്ന് ജീവൻ വെടിഞ്ഞത്. ആ വിമാനം HALൽ നിന്ന് നവീകരണം കഴിഞ്ഞ്, അപ്ഗ്രഡേഷൻ കഴിഞ്ഞിട്ട് ടെസ്റ്റ് ഫ്ലൈറ്റിന് ഇറങ്ങിയതായിരുന്നു. ആ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ അതിൽ ഗുരുതരമായ സാങ്കേതിക തകരാറ് സംഭവിച്ചത് HALൻ്റെ പ്രിമൈസിൽ തന്നെ ക്രാഷായി. ഈ 2 പൈലറ്റുമാരുടെ ജീവനാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. വിമാനത്തിൻ്റെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ, അതായത് ഫ്ലൈറ്റ് കൺട്രോൾ കമ്പ്യൂട്ടറുകളിലെ തകരാറുകൾ ശരിയായിട്ട് പരിഹരിക്കാതെയാണ് വിമാനം പറക്കാൻ അനുവദിച്ചത്. സോഫ്റ്റ്വെയറിലെ ഗ്ലിച്ചുകൾ അവഗണിച്ച് തട്ടിക്കൂട്ട് പണി നടത്തി മാർച്ച് 31 മുമ്പായിട്ട് കണക്കി കാണിക്കാൻ വേണ്ടി വിമാനം റിലീസ് ചെയ്തപ്പോൾ നഷ്ടമായത് 2 കുടുംബങ്ങളുടെ പ്രതീക്ഷയാണ്. അതുപോലെ തന്നെ അങ്ങേയറ്റം അപകടകരമായ ഒരു പ്രവണതയാണ് ഇവരുടെ കാനിബലൈസേഷൻ കൾച്ചർ. അതായത് അറ്റകുറ്റപ്പണിക്കായിട്ട് വരുന്ന ഒരു വിമാനത്തിലെ നല്ല പാർട്സുകളെല്ലാം അഴിച്ചെടുത്ത് മറ്റൊരു വിമാനത്തിൽ ഘടിപ്പിച്ച് അത് റെഡിയാണെന്ന് വരുത്തി തീർക്കുക. സ്പെയർ പാർട്ടുകൾ സ്റ്റോക്ക് ഇല്ലാത്തപ്പോൾ ടാർഗറ്റ് തയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന ഇത്തരം തരികിട പണികൾ കാരണം വിമാനങ്ങളുടെ യഥാർത്ഥ കണ്ടീഷൻ, അഥവാ അതിൻ്റെ ഹെൽത്ത് മോണിറ്ററിങ് ആർക്കും പിടികിട്ടാത്ത അവസ്ഥയിലാകും. പഴയതും തേയ്മാനം സംഭവിച്ചതുമായിട്ടുള്ള പാർട്സുകൾ മാറ്റി പുതിയതിടുന്നതിന് പകരം പഴയത് പോളിഷ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കുന്ന രീതി പലപ്പോഴും ദുരന്തങ്ങളിൽ കലാശിച്ചിട്ടുണ്ട്. MiG-21 വിമാനങ്ങളെ പറക്കുന്ന ശവപ്പെട്ടികളല്ലെ ഫ്ലൈയിങ് കോഫിൻസ് എന്ന് വിളിക്കപ്പെടാനുള്ള ഒരു പ്രധാന കാരണം ഈ മോശപ്പെട്ട അറ്റകുറ്റപ്പണികളാണെന്ന് ഞാൻ തീർത്തു പറയാം. ഒരു കാറ് സർവീസ് ചെയ്യുമ്പോൾ മെക്കാനിക്ക് കാണിക്കുന്ന അശ്രദ്ധ നമ്മൾ ഒരുപക്ഷെ ക്ഷമിച്ചേക്കാം. പക്ഷേ ശബ്ദത്തെക്കാളും വേഗത്തിൽ ആകാശത്തോട് പറക്കുന്ന ഒരു യുദ്ധവിമാനത്തിൽ ഒരു ബോൾട്ട് മുറുക്കാൻ മറന്നാലോ അല്ലെങ്കിൽ ഒരു പഴയ വയർ മാറ്റിയില്ലെങ്കിലോ സംഭവിക്കുന്ന ഒരൊറ്റ കാര്യമാണ് മരണം. ചൽത്താഹെ, എല്ലാം നടക്കട്ടെ എന്ന മനോഭാവത്തിൻ്റെ ഏറ്റവും ക്രൂരമായ മുഖമാണ്. ഒരു 4.5 ജനറേഷൻ യുദ്ധവിമാനം നിർമ്മിക്കുക എന്നുള്ളത് വെറും ഒരു വെൽഡിംഗ് ജോലിയൊന്നും അല്ല. അതിന് വർഷങ്ങളുടെ പരിശീലനവും സൂക്ഷ്മതയും ആവശ്യമാണ്. എന്നാൽ HAL ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നൈപുണ്യമുള്ള തൊഴിലാളികളുടെ, സ്കിൽഡ് വർക്ക് ഫോഴ്സിൻ്റെ അഭാവമാണ്. ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് സ്ഥിരം ജീവനക്കാർക്ക് പകരമായിട്ട് കോൺട്രാക്ട് എംപ്ലോയീസിനെ നിയോഗിക്കുന്ന രീതി ഇത് HAL ഇപ്പോൾ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. ഒരു സ്ഥിരം ജീവനക്കാരനാണെന്നുണ്ടെങ്കിൽ താൻ നിർമ്മിക്കുന്ന വിമാനത്തോടൊരു ഉടമസ്ഥതാബോധം, അഥവാ ഒരു സെൻസ് ഓഫ് ഓണർഷിപ്പ് ഉണ്ടാവും. ഇതെൻ്റെ രാജ്യത്തിൻ്റെ വിമാനമാണ്, ഇതിലെ ഓരോ ഘടകങ്ങളുടെയും സംയോജനം കൃത്യമായിരിക്കണം എന്നുള്ള ഒരു തരം ചിന്ത. എന്നാൽ നാളെ ജോലി ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ലാത്ത, തുച്ഛമായ വേതനം ലഭിക്കുന്ന ഒരു കരാർ തൊഴിലാളിയിൽ നിന്നും ഇതേ ആത്മാർത്ഥത പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഭവിഷ്യത്ത് നമ്മൾ കണ്ടതാണ്. ഹോക്ക് അഡ്വാൻസ് ജെറ്റ് ട്രെയിനർ വിമാനങ്ങളിൽ കണ്ടെത്തിയ എഞ്ചിൻ തകരാറുകൾ നിർമ്മാണത്തിലെ പിഴവുകളിലേക്കാണ് വിരൽ ചൂണ്ടിയത്. ക്വിൽഷാഫ്റ്റിലെ തകരാറുകൾ പോലെയുള്ള സൂക്ഷ്മമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നിർമ്മാണ വേളയിലുള്ള ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെയാണ്. പരിചയസമ്പന്നരായ തൊഴിലാളികളെ വിരമിക്കുകയും പകരം വരുന്നവർക്ക് മതിയായ പരിശീലനം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഇത്തരം അപകടങ്ങൾക്ക് കാരണമാകും. കർണാടക ഹൈക്കോടതി തന്നെ മുമ്പ് HALൻ്റെ തൊഴിൽ നയങ്ങളെ വിമർശിച്ചിട്ടുണ്ടല്ലോ. പതിറ്റാണ്ടുകളായിട്ട് ജോലി ചെയ്യുന്നവരെ പോലും സ്ഥിരപ്പെടുത്താതെ ട്രെയിനീസ് എന്ന പേരിൽ ജോലി ചെയ്യിപ്പിക്കുന്നത് ആത്യന്തികമായി ബാധിക്കുന്നത് ഉൽപ്പന്നത്തിൻ്റെ ഗുണനിലവാരത്തെയാണ്. ഒരു സ്ഥാപനത്തിൻ്റെ വിജയം അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരെ ആശ്രയിച്ചിരിക്കും. എന്നാൽ HALൻ്റെ ലീഡർഷിപ്പ് പലപ്പോഴും ചെന്ന് ചേരുന്നത് റിസ്ക് എടുക്കാൻ മടിക്കുന്ന ഉദ്യോഗസ്ഥരുടെ കൈകളിലാണ്. HALലെ പല ഉന്നത ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കുന്നത് തങ്ങളുടെ സർവീസ് റെക്കോർഡ് കളങ്കപ്പെടാതിരിക്കാനാണ്. പ്രശ്നങ്ങളുണ്ടായാൽ അത് പരിഹരിക്കുന്നതിന് പകരമായിട്ട് അത് മൂടി വയ്ക്കാനാണ് ശ്രമിക്കുന്നത്. എൻ്റെ കാലയളവിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയാൽ മതി എന്നുള്ള ചിന്താഗതിയാണ് പലർക്കും. പ്രൊമോഷനുകൾ പലപ്പോഴും മെറിറ്റ് നോക്കിയല്ല, സീനിയോറിറ്റിയും രാഷ്ട്രീയ സ്വാധീനവും നോക്കിയാണ് ഇതൊക്കെ നടക്കുന്നത്. ഇത് കഴിവുള്ള എഞ്ചിനീയർമാരെ സ്ഥാപനത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യും.
എച്ച് എല്ലിൻ്റെ നേതൃത്വ പരാജയത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഇന്ത്യയുടെ 5ാം തലമുറ യുദ്ധവിമാനമായ ആംക പ്രൊജക്റ്റിൽ നിന്നും എച്ച് എല്ലിനെ മാറ്റിയത്? അത് ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് പോലെയുള്ള സ്വകാര്യ കമ്പനികളുമായിട്ട് ചേർന്ന് നിർമ്മിക്കാൻ നമ്മൾ തീരുമാനിച്ചതും അടുത്തിടെയല്ലേ? എന്തുകൊണ്ട്? എച്ച് എല്ലിന് ഇത് താങ്ങാൻ കഴിയില്ല, ഓവർ സ്ട്രെച്ച്ഡ് കേപ്പബിലിറ്റീസ് എന്ന് സർക്കാർ തന്നെ തിരിച്ചറിഞ്ഞു. തേജസ് ഓർഡറുകൾ തീർക്കാൻ കഴിയാത്ത എച്ച് എല്ലിനെ വിശ്വസിച്ച് ആംകയും കൂടി ഏൽപ്പിച്ചാൽ അത് 2045 നടക്കില്ല എന്ന തിരിച്ചറിവാണ് ഈ തീരുമാനത്തിൻ്റെ പിന്നിൽ. ഇത് സത്യത്തിൽ എച്ച് എൽ നേതൃത്വത്തിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയുമാണ്. പിന്നെ എച്ച് എല്ലിൻ്റെ ഉൽപ്പാദനത്തെ ബാധിക്കുന്ന മറ്റൊരു വലിയ ഘടകം അവരുടെ ട്രേഡ് യൂണിയനുകളാണ്. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള സമരങ്ങൾ എത്രത്തോളം നീതീകരിക്കാൻ പറ്റും? 2019 ഒക്ടോബറിൽ ശമ്പള വർധനവ് ആവശ്യപ്പെട്ട എച്ച് എല്ലിൽ 20,000-ഓളം ജീവനക്കാർ നടത്തിയ അനിശ്ചിതകാല സമരം, ഇൻഡെഫിനിറ്റ് സ്ട്രൈക്ക് നമ്മൾ മറന്നിട്ടില്ല. ഏകദേശം 2 ആഴ്ചയോളം എച്ച് എല്ലിൻ്റെ 9 യൂണിറ്റുകളും സ്തംഭിച്ചു. തേജസ്, ധ്രുവ് ഹെലികോപ്റ്റർ എന്നിവയുടെ നിർമ്മാണം സമ്പൂർണ്ണമായിട്ടും നിലച്ചുപോയി. മാനേജ്മെൻറ്റും യൂണിയനുകളും തമ്മിലുള്ള നിരന്തരമായ വടംവലി പലപ്പോഴും പ്രൊഡക്ഷൻ ഷെഡ്യൂളുകളെ തന്നെ തകിടം മറിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ഒരു ദിവസം പണി മുടങ്ങിയാൽ അത് മൊത്തം സപ്ലൈ ചെയിനെയും ബാധിക്കും. വിമാനത്തിൻ്റെ ഭാഗങ്ങൾ കൃത്യസമയത്ത് അസംബിൾ ചെയ്തില്ലെങ്കിൽ പിന്നീടുള്ള ടെസ്റ്റിംഗ് ഘട്ടങ്ങളും വൈകില്ലേ? സത്യത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഒരു വലിയ പഴിചാരൽ നാടകമാണ്, ബ്ലെയിം ഗെയിം. എച്ച് എൽ പറയുന്നു അമേരിക്കയിലെ GE കമ്പനി എഞ്ചിൻ തരാത്തതാണ് പ്രശ്നം. 2025 ആകെ കിട്ടിയത് 5 എഞ്ചിൻ മാത്രമാണ്. ഇത് സത്യമാണ്. ജിയുടെ സപ്ലൈ ചെയിനിൽ പ്രശ്നങ്ങളുമുണ്ട്. എന്നാൽ വ്യോമസേന ചോദിക്കുന്ന ഇതാണ്: എഞ്ചിൻ ഇല്ല, പക്ഷേ എഞ്ചിൻ ആവശ്യമില്ലാത്ത മറ്റ് കാര്യങ്ങൾ, സോഫ്റ്റ്വെയർ അപ്ഗ്രേഡുകളോ റഡാർ കാലിബ്രേഷനോ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റംസോ എല്ലാം പൂർത്തിയായോ? ഇല്ല. എഞ്ചിൻ വന്നാൽ ഉടൻ പറക്കാൻ പാകത്തിന് വിമാനങ്ങൾ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ എച്ച് എല്ലിന് മറുപടിയില്ല. എഞ്ചിൻ വൈകുന്നതിനെ ഒരു മറയാക്കി സ്വന്തം വീഴ്ചകളെ എച്ച് എൽ ഒളിപ്പിക്കുകയാണെന്ന് വ്യോമസേന സംശയിക്കുന്നു. കൂടാതെ എച്ച് എൽ നിർമ്മിക്കുന്ന വിമാനങ്ങളുടെ സർവീസബിലിറ്റി കുറവാണെന്ന പരാതിയും വ്യോമസേനയ്ക്കുണ്ട്. സ്പെയർ പാർട്ടുകളുടെ ലഭ്യതക്കുറവും അറ്റകുറ്റപ്പണികളിലെ കാലതാമസവും കാരണം പല തേജസ് വിമാനങ്ങളും ഹാങ്ങറുകളിൽ വിശ്രമത്തിലുമാണ്. സുഹൃത്തുക്കളെ, തേജസ് ഒരു മോശം വിമാനമല്ല. അത് ഇന്ത്യയുടെ അഭിമാനമാണ്. അങ്ങേയറ്റം കേപ്പബിളായിട്ടുള്ള, ആകാശത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു വിമാനമാണ്. പക്ഷേ വിമാനത്തെ നിർമ്മിക്കുന്ന കൈകൾക്ക് വിറയലുണ്ട്. എച്ച് എൽ എന്ന ഭീമൻ സ്ഥാപനം ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പരിഹാരങ്ങൾ വ്യക്തമാണ്. ഒന്നാമത്തെ കാര്യം, അക്കൗണ്ടബിലിറ്റി വേണം. കാലതാമസം വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി വേണം. വർഷാവസാനത്തെ നാടകം, ഇയറിൻ്റെ ഡ്രാമ അവസാനിപ്പിക്കണം. രണ്ടാമതായിട്ട് ഇവരുടെ മോണോപ്പൊളി അവസാനിപ്പിക്കണം. സ്വകാര്യ പങ്കാളിത്തം ഊർജിതമാക്കണം. ടാറ്റയെയും L&Tയെയും പോലെയുള്ള കമ്പനികളെ കൂടുതൽ ഉൾപ്പെടുത്തി നിർമ്മാണം വേഗത്തിലാക്കണം. മൂന്നാമതായിട്ട് തൊഴിലാളി ക്ഷേമം. കരാർ തൊഴിലാളികളെ ചൂഷണം ചെയ്യാതെ അവർക്ക് വൈദഗ്ധ്യം നൽകി അവരെ സ്ഥിരപ്പെടുത്തണം. 2026 പകുതിയോടെയെങ്കിലും വാഗ്ദാനം ചെയ്ത് 5 വിമാനങ്ങളെങ്കിലും നമ്മുടെ ആകാശത്ത് പറക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ചരിത്രം എച്ച് എല്ലിനെ ഓർക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ചിറകരിഞ്ഞവർ എന്ന പേരിലായിരിക്കും. സുഹൃത്തുക്കളെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഉചിതമെന്ന് തോന്നുന്നുവെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ഒന്ന് ഷെയർ ചെയ്യുക. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായിട്ട്. അതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.